ദൈവത്തിന് സ്തുതി. MJTV സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബെൻസി സന്തോഷ്. പ്രധാന വാർത്തകൾ. മദർ തെരേസയുടെ വിശുദ്ധ പദവി ഇന്ത്യക്ക് അഭിമാനം. പ്രണാബ് മുഖർജി. മരണാനന്തര ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ്. മുംബൈയിൽ യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം തകർത്തു. മാർ ജോസഫ് ശ്രാമ്പിക്കൽ തന്റെ ആപ്തവാക്യം തെരഞ്ഞെടുത്തു. ഔദ്യോഗിക ലോഗോ പുറത്തിറങ്ങി. ക്രൈസ്തവർക്ക് നേരെയുള്ള കടന്നുകയറ്റം ചൈനീസ് സർക്കാർ വ്യാപിപ്പിക്കുന്നു. വാർത്തകൾ വിശദമായി. മദർ തെരേസയുടെ വിശുദ്ധ പദവി ഇന്ത്യക്ക് അഭിമാനം. പ്രണാബ് മുഖർജി. ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സേവിച്ച മദർ തെരേസ എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാനമാണെന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പ്രണാബ് മുഖർജി. വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ മദർ തെരേസയ്ക്ക് ലഭിക്കുന്ന അംഗീകാരത്തിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരും അഭിമാനിക്കുന്നുവെന്നും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതിന് മദറിന്റെ മാതൃക എല്ലാവർക്കും പ്രേരണയാകട്ടെ എന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സ്നേഹത്തോടും ആത്മസമർപ്പണത്തോടും കൂടെ ദൈവത്തിന്റെ കയ്യിലെ ചെറിയ ഒരു പെൻസിൽ പോലെ പാവങ്ങളെ സഹായിക്കുന്നതിനായി തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച മദറിന്റെ സന്ദേശം ഇന്നും ലോകത്തിലെ അനേകർക്ക് പ്രചോദനമേകുന്നു എന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയും ദൈവസ്നേഹത്തിന്റെ പ്രവാചകയുമായി ലോകം മുഴുവൻ അംഗീകരിച്ച മദർ തെരേസയുടെ ജീവിതം നമുക്ക് നൽകുന്ന സ്നേഹ സാഹോദര്യ സന്ദേശം ഹൃദയത്തിലേറ്റണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും പറഞ്ഞു. മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന ചടങ്ങിൽ വെച്ച് മദർ തെരേസയുടെ വിശുദ്ധ നാമകരണത്തിന്റെ ലോഗോ KCBC വൈസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരണാനന്തര ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ്. തന്റെ ആഴമായ ക്രിസ്തീയ വിശ്വാസം ഒരിക്കൽ കൂടി തുറന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ് മെയ്ഡൻ ഹെഡ് ആൻഡ് ആസ്കോട്ട് എന്ന മാഗസീന് അനുവദിച്ച അഭിമുഖത്തിലാണ് ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി തെരേസ മെയ് തന്റെ ക്രിസ്തീയ വിശ്വാസം തുറന്നു പറഞ്ഞത്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഉണ്ട്, താൻ ഒരു ക്രൈസ്തവ വിശ്വാസിയും ഒരു പുരോഹിതന്റെ മകളുമാണ് എന്ന മറുപടിയാണ് തെരേസ മെയ് നൽകിയത്. വിവാഹ ദിവസം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനായി ദേവാലയത്തിലേക്ക് എത്തിയതിലും സന്തോഷം നിറഞ്ഞ ദിവസം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തെരേസ മെയ് എടുത്തു പറഞ്ഞു. മദർ തെരേസയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ച് നൊവേന പ്രാർത്ഥന ആരംഭിച്ച് ഇന്ത്യയിലെ ആദ്യ ദേവാലയമായ തെള്ളകം പുഷ്പഗിരി സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിച്ചു. മദർ തെരേസയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ച് നൊവേന പ്രാർത്ഥന ആരംഭിച്ച് ഇന്ത്യയിലെ ആദ്യ ദേവാലയമായ തെള്ളകം പുഷ്പഗിരി സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിച്ചു. മദർ തെരേസയുടെ പാദസ്പർശത്താൽ ധന്യമായ ഈ ദേവാലയത്തിൽ മദറിന്റെ ശരീരഭാഗങ്ങൾ, മുടി, വസ്ത്രം, മരണാവസരത്തിൽ തുടച്ച പഞ്ഞി തുടങ്ങിയ അമൂല്യങ്ങളായ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തെള്ളകം പുഷ്പഗിരി ദേവാലയാങ്കണത്തിലാണ്. വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുകയാണ്. കൊൽക്കത്തയുടെ തെരുവോരങ്ങളിൽ കുഷ്ഠരോഗികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും നെഞ്ചോട് ചേർത്ത് മുത്തിയ വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ ഇന്ന് മിശിഹാനാഥൻ തൻ്റെ അൾത്താരയോട് ചേർക്കുന്ന സുന്ദര നിമിഷത്തിൻ്റെ ആഘോഷങ്ങളാണ് തെള്ളകം പള്ളിയിൽ നടന്നു വരുന്നത്. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് മദർ തെരേസയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങിനൊപ്പം ഈ ദേവാലയത്തോട് ചേർന്ന് നടത്തപ്പെടുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അകത്തുനിന്നും പുറത്തുനിന്നും നിരവധി തീർത്ഥാടകരാണ് മദർ തെരേസയുടെ ആദ്യത്തെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ച ദേവാലയമായ തെള്ളകം പുഷ്പഗിരി ദേവാലയങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിരവധി ആഘോഷ പരിപാടികൾക്കൊപ്പം മദർ തെരേസയുടെ രൂപം പതിച്ച 1000 ബലൂണുകളാണ് ഈ വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടൊപ്പം ആകാശത്തിലേക്ക് ഉയർത്തി മദർ തെരേസയോടുള്ള ആദര സൂചകമായി ഇവർ ആഘോഷിക്കുന്നത്. ഈ കരുണയുടെ വത്സരത്തിൽ മദർ തെരേസ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മദറിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഏവർക്കും മദർ തെരേസയുടെ തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് സെലിബ്രൻസ് ഇന്ത്യ MJTVക്ക് വേണ്ടി ജെബിൻ കെ ജോസ്. സ്വർഗീയ കാരുണ്യദൂതുമായി ഭൂമിയിൽ വന്നവളാണു നീ, കാരുണ്യമാണു വിശുദ്ധിയെന്ന് നമ്മെ പഠിപ്പിച്ചു മദർ തെരേസ. ഈ ദേവാലയത്തിന്റെ മുമ്പിൽ റോഡിനോട് ചേർന്ന് 24 അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മദർ തെരേസയുടെ അർത്ഥപൂർണമായ പ്രതിമയും മദറിന്റെ അപൂർവ ചിത്രങ്ങൾ സൂക്ഷിക്കുന്ന മദർ തെരേസ മ്യൂസിയവും തീർത്ഥാടകരെ ആകർഷിക്കുന്നു. മദേഴ്സ് മെഡിക്കൽ ഫണ്ട് രൂപീകരിച്ച് ഒരു മാസം 50,000 രൂപയുടെ മരുന്നുകൾ സാധുക്കളായ രോഗികൾക്ക് നൽകുകയും എല്ലാ വർഷവും ഭവനരഹിതർക്ക് ഒരു ഭവനം നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നു.
മുംബൈയിൽ യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം തകർത്തു. മുംബൈയിൽ ഒരു സംഘം ആളുകൾ യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം അടിച്ചു തകർത്തു. മുംബൈയിലെ ജുഹു താര റോഡിലെ ദേവാലയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്ത മിശിഹായുടെ പ്രതിമയാണ് അക്രമികൾ തകർത്തത്. തെളിവെടുപ്പിന് വന്ന അന്വേഷണ സംഘത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമിച്ചതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്രതികളെ രക്ഷിക്കുവാനും തെളിവ് നശിപ്പിക്കുവാനും പോലീസ് ശ്രമിച്ചുവെന്ന് വാച്ച് ഡോഗ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന ആരോപിച്ചു. മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച ദിവസത്തിൽ നടന്ന ഈ സംഭവം തികച്ചും അപലപനീയമാണെന്ന് ഫാദർ ഫ്രാൻസിസ് ഗോൺസാൽവസ് CNN ന്യൂസ് 18 എന്ന ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. ദേവാലയങ്ങളെല്ലാം തകർക്കപ്പെട്ടാലും ആളുകൾ കാരുണ്യത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്നും മതവാദികളുടെ പ്രവർത്തനം ഒരിക്കലും വിജയിക്കുകയില്ലെന്നും അനുകമ്പയുടെ പ്രവർത്തികൾ ഇനിയും തുടരണമെന്ന് ഫാദർ ഫ്രാൻസിസ് ഗോൺസാൽവസ് പ്രതികരിച്ചു. മാർ ജോസഫ് സ്രാമ്പിക്കൽ തന്റെ ആപ്തവാക്യം തിരഞ്ഞെടുത്തു. ഔദ്യോഗിക ലോഗോ പുറത്തിറങ്ങി. നിയുക്ത മെത്രാൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ തന്റെ പുതിയ ശുശ്രൂഷയ്ക്കായി ആപ്തവാക്യം തിരഞ്ഞെടുത്തു. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷകന്റെ ജോലി ചെയ്യുക എന്നതാണ് ഇദ്ദേഹം തിരഞ്ഞെടുത്ത ആപ്തവാക്യം. ബ്രിട്ടനിലെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലവും വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും സഭാ പാരമ്പര്യങ്ങളുടെയും വെളിച്ചത്തിൽ രൂപകൽപ്പന ചെയ്ത ഔദ്യോഗിക ലോഗോയും പുറത്തിറങ്ങി. മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നവർ തങ്ങൾ സ്വീകരിക്കുന്ന ആദർശവാക്യത്തെ മുൻനിർത്തിയാണ് ശുശ്രൂഷകൾക്ക് രൂപം നൽകുന്നത്. ഈ ആദർശവാക്യങ്ങൾ എപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ഭാഗമായിരിക്കും. ഈശോയും സ്ലീഹന്മാരും ചെയ്ത ശുശ്രൂഷയുടെ തുടർച്ചയാണ് തങ്ങളും ചെയ്യുന്നതെന്ന് ഇതിലൂടെ അവർ ലോകത്തോട് പറയുന്നു. പുതുതായി രൂപകൽപ്പന ചെയ്ത ലോഗോ നിലവിൽ വരുന്നതോടെ രൂപതയിൽ നിന്നും ഔദ്യോഗികമായി നൽകപ്പെടുന്ന എല്ലാ ഉത്തരവുകളിലും രേഖകളിലും പുതിയ മുദ്ര ഔദ്യോഗികമായി ചാർത്തപ്പെടും. ഒക്ടോബർ 9 ഞായറാഴ്ച നടക്കുവാൻ പോകുന്ന രൂപതയുടെ സ്ഥാപന ചടങ്ങിലേക്കും മെത്രാഭിഷേക ശുശ്രൂഷകളിലേക്കും UK-യുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ അനേകായിരം വിശ്വാസികൾ എത്തിച്ചേരുമെന്നും ഈ ചടങ്ങുകൾ ഏറെ മനോഹരമാക്കുന്നതിനു വേണ്ടി വിവിധ തലങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും സീറോ മലബാർ സഭാ നേതൃത്വം അറിയിച്ചു. സീറോ മലബാർ സഭാ മേലധ്യക്ഷനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. പുതിയ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കുന്നതിനായി സെപ്റ്റംബർ 18 ബ്രിട്ടനിൽ എത്തുന്ന മാർ ജോസഫ് സ്രാമ്പിക്കൽ തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സ്കോട്ട്ലൻഡിലെയും വിവിധ ബിഷപ്പുമാരുമായും വൈദികരുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇനി ഒരു ചെറിയ ഇടവേള. പളുങ്കുകടൽ, ഇതുവരെ വീശാത്ത കൃപയുടെ കൊടുങ്കാറ്റ്. ഒളിഞ്ഞൊരു വേലിയെന്നു നിന്നെ വിളിച്ച നിന്ദനം കേട്ടെടുത്തു നിന്നെ ഉയർത്തിയ ഉന്നതനാമേശു ഒരു പ്രവൃത്തി ചെയ്യും. ആത്മാവിനെ ഉയർത്തുന്ന അത്ഭുത ശാസ്ത്രിക ഗാനങ്ങൾ. പളുങ്കുകടൽ. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ഇതുവരെ വീശാത്ത കൃപയുടെ കൊടുങ്കാറ്റ്. വെളിപാടിന്റെ അഭിഷേകം പകരുന്ന ഗാനങ്ങൾ. ഒരു മഹാപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുത ഗാനം. അന്ത്യകാല അഭിഷേകം കേരളത്തിൻ മണ്ണിൽ നിന്നും പൊട്ടിപ്പുറപ്പെടട്ടെ പൊന്നു കർത്താവേ. വാർത്തകൾ തുടരുന്നു. ക്രൈസ്തവർക്ക് നേരെയുള്ള കടന്നുകയറ്റം ചൈനീസ് സർക്കാർ വ്യാപിപ്പിക്കുന്നു.
ചൈനയിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശം. തങ്ങളുടെ കടുത്ത നിയന്ത്രണത്തിലല്ലാതെ നടത്തപ്പെടുന്ന എല്ലാ സഭകളെയും പൂർണ്ണമായി നിരോധിക്കുവാനും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുമാണ് ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ദേവാലയങ്ങളിലോ ഭൂഗർഭ ദേവാലയങ്ങളിലോ ക്രൈസ്തവർ ആരാധനയ്ക്ക് പോകുന്നുണ്ടോ എന്ന കാര്യമാണ് ഗവൺമെന്റ് ഇപ്പോൾ കർശനമായി നിരീക്ഷിക്കുന്നത്. ചൈനീസ് ക്രിസ്ത്യൻ കൗൺസിൽ എന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള സംഘടനയാണ് ചൈനയിലെ സഭകളെ നിയന്ത്രിക്കുന്നത്. വിദേശത്തു നിന്നുള്ള സഭകളുടെ അധ്യക്ഷന്മാർക്കോ സുവിശേഷകർക്കോ ചൈനയിൽ അജപാലന ദൗത്യം നിർവഹിക്കുവാൻ വിലക്കുണ്ട്. ചൈനീസ് ക്രിസ്ത്യൻ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ പള്ളികളും ആരാധനാലയങ്ങളും തകർക്കണമെന്ന് സർക്കാർ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. വിവിധങ്ങളായ കാരണങ്ങൾ ഉന്നയിച്ച് ദേവാലയങ്ങൾ തകർക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പുതിയ പ്രശ്നം ചൂണ്ടിക്കാട്ടി കൂടുതൽ ദേവാലയങ്ങൾ പൊളിക്കുവാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദേവാലയങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശുകൾ എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തി നശിപ്പിക്കുന്നത് ചൈനയിൽ പതിവാണ്. പട്ടാള ഉദ്യോഗസ്ഥർക്ക് ക്രൈസ്തവ മതം സ്വീകരിക്കുന്നതിനും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ചൈനീസ് സർക്കാരിൻ്റെ ഇത്തരം നടപടികളെ പലവട്ടം US-ഉം മറ്റ് രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. ക്രൈസ്തവരോടുള്ള സർക്കാരിൻ്റെ ശത്രുതാ മനോഭാവം മാറ്റണമെന്ന് പലതവണ US ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. മനുഷ്യന്റെ സമഗ്ര പുരോഗതിക്കായി വത്തിക്കാനിൽ ഇനി പുതിയ ഓഫീസ്. നീതി, സമാധാനം ഇവ ഉറപ്പാക്കൽ, അഭയാർത്ഥി പ്രശ്നങ്ങൾ, സേവന പ്രവർത്തനം, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കായിട്ടുള്ള വത്തിക്കാന്റെ ഓഫീസുകളെ കൂട്ടിച്ചേർത്ത് പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കാനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനത്തെ വത്തിക്കാൻ ഇന്നലെ പുതിയ വിജ്ഞാപനത്തിലൂടെ അറിയിച്ചു. 2017 ജനുവരി 1 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ പുതിയ കോൺഗ്രിഗേഷനെ നയിക്കുന്നത് കർദിനാൾ പീറ്റർ ടെറിക്സൺ ആണ്. ഇദ്ദേഹം 2013 മുതൽ വത്തിക്കാന്റെ നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള കൗൺസിലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയാണ്. സിസ്റ്റർ റാണി മരിയയുടെ ഘാതകൻ പശ്ചാത്താപത്തോടെ വീണ്ടും പെരുമ്പാവൂരിൽ. 20 വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ സിസ്റ്റർ റാണി മരിയയെ കൊലപ്പെടുത്തിയ സമന്തർ സിംഗ് സിസ്റ്റർ റാണിയുടെ അമ്മ ഏലിശ്വായെ കാണാൻ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലെ വീട്ടിലെത്തി. റാണി മരിയയുടെ അമ്മ ഗുരുതരാവസ്ഥയിലാണെന്നറിഞ്ഞ സമന്തർ അമ്മയെ കാണാൻ മധ്യപ്രദേശിൽ നിന്ന് ഒറ്റയ്ക്കാണ് കേരളത്തിൽ എത്തിയത്. വാർദ്ധക്യ സഹജങ്ങളായ അസുഖങ്ങളാൽ രോഗക്കിടക്കയിലായിരുന്ന ഏലിശ്വായുടെ കാൽ തൊട്ട് വന്നിച്ചും കൈകളെടുത്ത് ശിരസിൽ വെച്ച് അനുഗ്രഹം വാങ്ങിയും ഇദ്ദേഹം മധ്യപ്രദേശിലേക്ക് മടങ്ങി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഏലിശ്വായും ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. ഫേസ്ബുക്ക് സ്ഥാപകനും CEO-യുമായ മാർക്ക് സക്കർബർഗ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. ഫേസ്ബുക്ക് സ്ഥാപകനും CEO-യുമായ മാർക്ക് സക്കർബർഗും ഭാര്യ പ്രിസില്ല ചാനും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പയുടെ വസതിയായ സാന്താ മാർത്തയിലാണ് തികച്ചും അനൗപചാരികമായ കൂടിക്കാഴ്ച നടന്നത്. സക്കർബർഗും ഭാര്യയും മാർപ്പാപ്പയുമായി നിരവധി കാര്യങ്ങളെപ്പറ്റി ചർച്ച നടത്തി. പ്രധാന വിഷയം ആധുനിക ആശയവിനിമയ സംവിധാനങ്ങളെ എങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാമെന്നതായിരുന്നു. നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ വഴി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്തു ചെയ്യാൻ കഴിയുമെന്നതിനെ പറ്റിയും പ്രത്യാശയുടെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം ആളുകൾക്കിടയിൽ വ്യാപിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. സാംസ്കാരികമായ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളെ എപ്രകാരം ഉപയോഗിക്കാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സക്കർബർഗിനോട് ആരാഞ്ഞു. ഏറ്റവും ആവശ്യത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ മാറ്റപ്പെടണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. വത്തിക്കാൻ വക്താവ് ഗ്രെഗ് ബർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സന്ദർശനത്തിന് ശേഷം മാർപ്പാപ്പയോടൊപ്പമുള്ള ചിത്രം സക്കർബർഗ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദർ തെരേസയുടെ വിശുദ്ധ പദവി ഇന്ത്യക്ക് അഭിമാനം. പ്രണബ് മുഖർജി. ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സേവിച്ച മദർ തെരേസ എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാനമാണെന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി. മരണാനന്തര ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ്. മുംബൈയിൽ യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം തകർത്തു. തെളിവെടുപ്പിന് വന്ന അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമിച്ചതായി ആരോപണം. മാർ ജോസഫ് സ്രാമ്പിക്കൽ തന്റെ ആപ്തവാക്യം തെരഞ്ഞെടുത്തു. പ്രസ്റ്റൺ രൂപതയുടെ ഔദ്യോഗിക ലോഗോ പുറത്തിറങ്ങി. ഒക്ടോബർ 9 നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങുകൾക്ക് അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം വഹിക്കും.
ക്രൈസ്തവർക്ക് നേരെയുള്ള കടന്നുകയറ്റം ചൈനീസ് സർക്കാർ വ്യാപിപ്പിക്കുന്നു. ചൈനയിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശം. പട്ടാള ഉദ്യോഗസ്ഥർക്ക് ക്രൈസ്തവ മതം സ്വീകരിക്കുന്നതിനും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിനും വിലക്ക്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ശനിയാഴ്ച വൈകുന്നേരം 8:30. ദൈവത്തിന് സ്തുതി.